പാഠം 384. സ്ഥലത്തെ പ്രധാന ദിവ്യൻ. ഇത് കണ്ടോ ഭാമേ, നിത്യോപയോഗ സാധനങ്ങളുടെ വില വീണ്ടും കൂടുന്നു എന്നാണ് പത്രത്തില്. ഇത് ഇങ്ങനെ പോയാൽ എവിടെ ചെന്നിക്കും? ഒരിടത്തും നിൽക്കില്ല. വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ കൈങ്ങിട്ട് നോക്കി നിൽക്കാന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും വിലക്കയറ്റത്തിനൊക്കെ ഒരു പരിധിയില്ലേ? ഇങ്ങനെ പോയാൽ സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും? സാധാരണക്കാരൻ ജീവിക്കണമെന്ന് ആർക്കാണ് നിർബന്ധം? ആർക്കുമില്ല. ഇന്നലെ തന്നെ ഞാൻ വിദ്യാലക്ഷ്മിയോട് മാർക്കറ്റിൽ പോയി. എന്റെ മോഹനേട്ടാ, സാധനങ്ങളൊക്കെ തീ പിടിച്ച വിലയാ. പച്ചക്കറി ഇരിക്കുന്ന ഭാഗത്തേക്കൊന്നും നോക്കാൻ കൂടെ പറ്റില്ല. ഒടുവിൽ ഒരു കോഴി വാങ്ങി ഞാനിങ്ങ് പോന്നു. ഓ, അപ്പൊ വക്കീല് കോഴിയിറച്ചൊക്കെ വാങ്ങി? വാങ്ങുക മാത്രമല്ല, ഇന്ന് രാവിലെ തന്നെ അത് കറി വെക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ കാപ്പിക്ക് ചപ്പാത്തിയും കോഴിക്കറിയാ. ഉച്ചയ്ക്ക് ഊണിന്റെ കൂടെയും കോഴിക്കറി. എന്തുപറ്റി? പതിവില്ലാതെ ഇങ്ങനെയൊക്കെ തോന്നാനായിട്ട്? ദിവാകരന്റെ കേസ് ബാധിച്ചതിന്റെ ഫീസ് ഇന്നലെ കിട്ടി. അപ്പൊ പിന്നെ ഞാൻ കരുതി ആ കേസ് ജയിച്ചത് ചിക്കൻ കറി വെച്ച് ആഘോഷിക്കാന്ന്. പിന്നെ എല്ലാ ദിവസവും ചിക്കനും മട്ടനും ഒക്കെ വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കയ്യിൽ അതിനുള്ള കാശുമുണ്ട്. പക്ഷേ 2 ദിവസം അടുപ്പിച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറിനെ തട്ടുമല്ലോ. ഭാമേ, ഈയിടെയായിട്ട് നിനക്ക് ഭയങ്കര ദൂർത്താണ്. അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മുഴുവനും കോഴിയിറച്ചി വാങ്ങി തിന്നുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞെന്നെ വെക്കോട്ട് കയറുമല്ലോ. അതുകൊണ്ട് ഞാൻ വാങ്ങാതിരിക്കുന്നതാ. ഞാൻ അങ്ങനെ പറയുന്നത് പണം ചെലവാക്കാനുള്ള മടി കൊണ്ടൊന്നുമല്ല ഭാമേ. മാംസാഹാരം അധികം കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ബ്രോയിലർ കോഴികളിൽ പലതരത്തിലുള്ള ഹോർമോണുകൾ കുത്തിവെക്കുന്നുണ്ട്. ഈ സൈസ് കഥ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. മോഹനേട്ടൻ പറയുന്നത് ആരോഗ്യശാസ്ത്രമാണെങ്കിലും അടിസ്ഥാനപരമായി അതൊക്കെ സാമ്പത്തിക ശാസ്ത്രമാണെന്ന് എനിക്കറിയാലോ. എന്തായാലും ഇക്കാലത്ത് പച്ചക്കറി വാങ്ങുന്നതിനെക്കാട്ടിൽ ലാഭം കോഴിയിറച്ചി വാങ്ങുന്നത് തന്നെയാ. 1 കിലോ കോഴിയിറച്ചിക്ക് 98 രൂപയല്ലേ ഉള്ളൂ. 98 രൂപയോ? 1 കിലോ കോഴിയിറച്ചിക്കോ? അത് കൊള്ളാലോ. ഭാമേ, 1 കിലോ കോഴിയിറച്ചിക്ക് എത്ര രൂപ കൊടുത്തെന്ന് നീ പറഞ്ഞത്? 98 രൂപ. 98 രൂപയോ? ഞാൻ കഴിഞ്ഞ തവണ കോഴിയിറച്ചി വാങ്ങുമ്പോ 80 രൂപ ആയിരുന്നുള്ളൂ. ഇപ്പോഴെങ്ങനെ 98 രൂപ ആവുന്നത്? മോഹനേട്ടൻ കഴിഞ്ഞ തവണ കോഴിയിറച്ചി വാങ്ങിയെന്ന് പറയുന്നതേ 3 മാസം മുന്നത്തെ കാര്യമാണ്. അന്ന് കോഴിയിറച്ചിക്ക് 80 രൂപയായിരിക്കും. എന്നാലും 1 കിലോ കോഴിയിറച്ചിക്ക് 98 രൂപ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ സാധാരണ കാണുന്ന 2 കാലുകളും ചിറകുകളൊക്കെ ഉള്ള കോഴിയുടെ കാര്യമല്ലേ നീ പറയുന്നത്? അതോ സ്വർണം പൂശിയ കോഴിയിലാണോ? മോഹനേട്ടാ, സാധാരണ കോഴിയുടെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കടക്കാരനോട് ചോദിച്ചു കോഴിക്ക് എന്താ വിലയെന്ന്. അയാൾ പറഞ്ഞു 98 രൂപ എന്ന്. ഒരു കോഴിയെ ഞാൻ കാണിച്ചു കൊടുത്തു. തൂക്കി നോക്കിയപ്പോ 2 കിലോ ഉണ്ടായിരുന്നു. അയാൾ 220 രൂപ ചോദിച്ചു, ഞാൻ കൊടുത്തു. അതോടെ കാര്യം. കൊള്ളാം, ഗംഭീരമായിരിക്കുന്നു. ഇങ്ങനെയാണോ ഭാമ ഒരു സാധനം വാങ്ങാൻ പോകുന്നത്? പിന്നെ എങ്ങനെ വേണം? നീ ചോദിച്ചപ്പോ അയാൾ 150 രൂപയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? അപ്പോഴും വാങ്ങും. 200 രൂപ എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? 200 രൂപ എന്നൊക്കെ പറഞ്ഞ വാങ്ങും. കിലോയ്ക്ക് 200 രൂപ നിരക്കിൽ കോഴിയിറച്ചി വാങ്ങി കഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ നമുക്ക്. ഭാമേ, ഒരു സാധനം വാങ്ങാൻ നമ്മൾ ഒരു കടയിൽ കയറി ചെല്ലുമ്പോ ആ സാധനത്തിന്റെ മാർക്കറ്റ് വിലയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ കടക്കാരൻ പറയുന്ന വില നമ്മൾ കൊടുക്കേണ്ടി വരും. നിന്നെ പോലെ ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന വിഡ്ഢികളുള്ളത് കൊണ്ടാണ് ഇത്തരം കള്ളത്തരങ്ങൾ നടക്കുന്നത്. എന്തൊക്കെയായി പറയണത്? ഒരു കോഴിയെ വാങ്ങാൻ പോകുന്നതിന് മുന്നേ പത്രത്തിലും ഇന്റർനെറ്റിലും ഒക്കെ കോഴിയുടെ വില അന്വേഷിച്ചിട്ട് പോകാൻ പറ്റുമോ നമുക്ക്? അത് മാത്രമല്ല, ഒരു 2 കിലോ കോഴിയിറച്ചിയുടെ കാര്യമല്ലേ ഉള്ളൂ. അത് വാങ്ങുന്നതിന് ഇത്രയ്ക്ക് ആലോചിക്കേണ്ട കാര്യം കേട്ടോ. 2 കിലോ കോഴിയിറച്ചിയല്ല, ഒരു മൊട്ടുസൂചി വാങ്ങാനാണെങ്കിലും നമ്മൾ കാര്യങ്ങൾ ശരിക്കും പഠിക്കണം. ആരോടെങ്കിലും ഫോൺ ചെയ്ത് ചോദിച്ചിട്ടായിരുന്നു നിനക്ക് കോഴിയുടെ വിലയാ? അതെ. ഒരു കോഴിയെ വാങ്ങുന്നതിന് മുന്നേ ഈ അടുത്ത കാലത്ത് കോഴിയിറച്ചി വാങ്ങിയ ആളുകളെല്ലാം വിളിച്ച് നിങ്ങൾ എത്ര രൂപയ്ക്കാണ് കോഴിയിറച്ചി വാങ്ങിയത്, എത്ര രൂപയ്ക്ക് കിട്ടിയാൽ ലാഭകരമായിരിക്കും
എന്നൊക്കെ ചോദിക്കാൻ മോഹനേട്ടന് നാണക്കേടുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ പിശുക്ക് നാട്ടുകാരെ അറിയിച്ച നാണംകട എന്നെ കൊണ്ട് വയ്യ. അല്ല പിന്നെ വില്ലേജ് ഓഫീസറെ മട്ടുഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിതാ 2 കിലോ സ്വർണ്ണം വാങ്ങാൻ പോയിട്ട് വന്നവരുണ്ടല്ലോ. കോയി അത് വാങ്ങിയതാണ് ഈ ആലോചന മുഴുവനും. എന്നാലും 1 കിലോ കോഴിയിറച്ചിക്ക് 98 രൂപ എന്ന് പറഞ്ഞ ആ കടക്കാരനെ വെറുതെ വിട്ട് കാര്യമല്ല. ഭാമേ, നീ ഏത് കടയിൽ നിന്നാണ് ആ കോഴിയിറച്ചി വാങ്ങിയത്? പോസ്റ്റ് ഓഫീസിന്റെ അപ്പുറത്തുള്ള വളവിലുള്ള കടയിൽ നിന്ന്. പേരെന്താണ്? എനിക്കറിഞ്ഞൂടാ. അയാളുടെ സ്വഭാവം? മോനട്ടാ, ഞാൻ അവിടെ പോയത് അയാളെ കല്യാണം ആലോചിക്കാനല്ല, കോഴിയിറച്ചി വാങ്ങാനാ. പക്ഷെ നിന്നെ കണ്ട മാത്രയിൽ അയാൾക്ക് മനസ്സിലായി കാണും ബുദ്ധിയില്ലാത്ത ഏതോ ഒരു പാവ സ്ത്രീയാണെന്ന്. അതുകൊണ്ട് അയാൾ 98 രൂപ വില പറഞ്ഞു. നിനക്ക് പറഞ്ഞൂടായിരുന്നു നീ വില്ലേജ് ഓഫീസർ മോഹനേഷ സാറിന്റെ ഭാര്യയാണെന്ന്? ഭാമേ, ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യയാണ് നീ എന്ന് അറിയുന്ന നിമിഷം അയാൾ കോഴിയിറച്ചിയുടെ വില ടപ്പനെ കുറച്ച് തന്നെ. മോഹനേട്ടൻ എന്തൊക്കെയാ പറയണത്? കോളേജിൽ അഡ്മിഷന് പോകുമ്പോഴും പോലീസ് പിടിക്കുമ്പോഴും ഒക്കെ ആളുകൾ എന്തെങ്കിലും ഗുണം ഉണ്ടാവട്ടെ എന്ന് കരുതി എനിക്ക് ഇന്ന ആളെ പരിചയമുണ്ടെന്ന് പറയും. ഈ കോഴിയിറച്ചി വാങ്ങാൻ പോകുന്നിടത്ത് വില്ലേജ് ഓഫീസറെ പരിചയമുണ്ടെന്ന് പറഞ്ഞ കാര്യം എന്താ? നീ പറയില്ല, കാരണം നിനക്ക് ഒരു വില്ലേജ് ഓഫീസറുടെ വില അറിയില്ല. അതുകൊണ്ട് പക്ഷെ എന്താ ഉണ്ടായത്? ആ കടക്കാരൻ നിന്നെ പറ്റിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് താനില്ല, അത് തോന്നാനുള്ള ബുദ്ധിയും നിനക്കില്ലല്ലോ. അങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അബദ്ധം പറ്റുകയില്ലായിരുന്നു. ഉത്തമന, ആ കടക്കാരൻ ആരാണെന്ന് ഉത്തമനോട് ചോദിച്ചു നോക്കാം. അത് കഴിഞ്ഞ് ബാക്കി 1 കിലോ കോഴിയിറച്ചിക്ക് 98 രൂപയോ? വീട്ടിലെ ഞാൻ ഇതെന്ത് ഭ്രാന്താണ്? നമസ്കാരമുണ്ട് സാർ. സാറേ, പുരുഷോത്തമന്റെ പോക്കുവരവിന്റെ കാര്യം എന്തായി സാർ? പുരുഷോത്തമന്റെ പോക്കും വരവും അവിടെ നിൽക്കണേ. ഈ പോസ്റ്റ് ഓഫീസിനടുത്ത് കോഴി കച്ചവടം നടത്തുന്ന ആരാണ്? പോസ്റ്റ് ഓഫീസിനടുത്ത് അത് നമ്മുടെ പ്രഭാകരനല്ലേ? സാറിന് അറിയാലോ. എന്ത് സാറേ പ്രശ്നം? ഇവിടെ അതിബുദ്ധിമതിയായ ഒരു വക്കീലുള്ള ആരും ഉത്തമൻ അറിയാമല്ലോ. ആ വക്കീൽ ഇന്നലെ വൈകുന്നേരം പ്രഭാകരന്റെ കടയിൽ നിന്ന് ഒരു കോഴിയെ വാങ്ങി. അതിന് പ്രഭാകരൻ വാങ്ങിയ വില എത്രയാണെന്ന് അറിയാം ഉത്തമന്? കിലോയ്ക്ക് 98 രൂപ. 98 രൂപ വില ഇല്ലേ കോഴിക്ക്? എവിടെ? 1 മാസം മുമ്പ് ഞാൻ വാങ്ങുമ്പോ 80 രൂപയായിരുന്നു. അത് കൂടിയാലും 90 രൂപ കൂടുവോ? ഇത് പ്രഭാകരൻ ഇവളെ പറ്റിച്ചതാ. ഉത്തമ, വില്ലേജ് ഓഫീസർ മൂക്കുമുട്ട തിന്നോട്ടെ എന്ന് കരുതി ഞാനൊരു കോഴിയെ വാങ്ങിയതിന്റെ പേരിൽ കഴിഞ്ഞ 1/2 മണിക്കൂറായിട്ട് എന്നെ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. കോഴിയെ വാങ്ങാൻ ചെല്ലുമ്പോ ഞാൻ വില്ലേജ് ഓഫീസറുടെ ഭാര്യയാണ് എന്ന് പറയണം പോലും. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ വില കുറച്ച് തന്നേനെന്ന്. എന്താ സംശയം? സ്ഥലം വില്ലേജ് ഓഫീസറുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ ഏത് സാധനവും വില കുറച്ച് കിട്ടും. പിന്നെ സാർ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. നാളെ എന്റെ ഇളയ പെങ്ങളെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. ഒരു കോഴിയെ വാങ്ങണം. ഇപ്പൊ നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു തർക്കം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അതങ്ങ് മറന്നുപോയേനെ. അങ്ങനെയാണെങ്കിൽ ഉത്തമ കോഴിക്കട ചെന്നിട്ട് വില്ലേജ് ഓഫീസറുടെ പരിചയക്കാരനാണ് എന്ന് പറഞ്ഞാൽ മതി. ഉറപ്പായിട്ട് കുറച്ച് കിട്ടും. അല്ല, അതിന്റെ ആവശ്യമുണ്ട്. 1 കിലോ കോഴി ഇറച്ചിക്കൊക്കെ അതിന്റെ ആവശ്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ഇവൾക്ക് ബോധ്യപ്പെടണമല്ലോ. ഉത്തമന് വൈകിട്ട് കോഴിയിറച്ചി വാങ്ങിയാൽ മതിയല്ലോ. അത് സാറേ, വൈകിട്ട് വാങ്ങിയാൽ മതി. പക്ഷേ ഒരു പക്ഷേയില്ല. ഇന്ന് വൈകിട്ട് കൃത്യം 5:15 ഞാൻ പ്രഭാകരന്റെ കോഴിക്കടയുടെ മുമ്പിൽ കാണും. ഉത്തമൻ അവിടെ വന്നാൽ ഒരു വില്ലേജ് ഓഫീസർക്ക് നാട്ടിലുള്ള വില എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് മനസ്സിലായി കഴിയുമ്പോ ഉത്തമന് മനസ്സിലായ കാര്യം ഇവിടെ വന്ന് ഇവൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്റെ വക്കീലെ, സാറിന് ഇതിന് വിളിച്ച വല്ല ആവശ്യമുണ്ടോ? ഇതെന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അകത്തേക്ക് പോയ ആ കടിമയോട് ചോദിച്ചാൽ മതി. എന്തായാലും വൈകിട്ട് 5:15 പ്രഭാകരന്റെ കടച്ചില്ല. അപ്പൊ കാണാലോ ബാക്കി. എന്തായാലും പോവാ. വെറുതെ മോഹനേഷ് സാറിനെ പിണക്കേണ്ട കാര്യം എനിക്കെന്തോന്നു. 5:15 5:15. കോഴിക്കടയില്ലെങ്കിൽ കോഴിക്കടയിൽ. അഞ്ച് 15 എന്ന് പറഞ്ഞിട്ട് 5:20. ഇതാണ് ഉത്തമനൊക്കെ വിശ്വസിച്ചിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങരുത് പറയുന്നത്.
വരുന്നുണ്ട്. നമസ്കാരമുണ്ട് സാർ. ഞാൻ ഒരു 5 മിനിറ്റ് താമസിച്ചു. നമ്മുടെ മറ്റേ ആ സന്തോഷം വേണ്ട. വരുന്ന വഴിയിൽ എന്ത് സംഭവിച്ചാലും 5 മിനിറ്റിന് 5 മിനിറ്റിന്റെ വിലയുണ്ട്. ഉത്തമം ചെയ്ത് ഭയങ്കര മോശമായി പോയി. സാറേ ഞാൻ പറയട്ടെ. ആ നേരെ കടയിലേക്ക് കയറി ചെന്ന് കോഴിറച്ചിയുടെ വില ചോദിക്കുക. ഭാമയോട് പറഞ്ഞ പോലെ 98 രൂപയെന്ന് അവൻ ഉത്തമനോട് പറയും. അപ്പ ഞാൻ വരും. എന്നിട്ട് എന്താണെന്ന് അപ്പ കണ്ടാ മതി. എന്നാ ഞാൻ പോട്ടെ. പോയില്ലായിരുന്നു. അതാ പോകുന്നെന്ന്. പ്രഭാര എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ അല്ലേ? ഉത്തമൻ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. തിരക്കല്ലേ പ്രഭാര? അതൊക്കെ പോട്ട് കോഴിയിറച്ചിക്ക് എത്ര വില? 100 രൂപ. 100 രൂപയെ? എന്താ 100 രൂപ കേട്ടിട്ടില്ലേ? നീ ഇത് ഉള്ള വില പറയണേ പ്രഭാര. അതെ, ന്യായമായ വിലയാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് വേണമെങ്കിൽ പറ. പ്രഭാരോ, ഈ നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ? പിന്നെ ഇത് നമ്മുടെ മോനേഷ് സാറല്ലേ? സാറൊന്നും ഈ വഴിയല്ലേ ഓഫീസിൽ പോകും? ഞാൻ കോഴി വേണമെന്ന് പറഞ്ഞില്ലേ, ഈ സാറിന് വേണ്ടിട്ടാ. അതിനെന്താ, എന്ത് തൂക്കമുള്ള കോഴി വേണം സാറേ? തൂക്കമൊക്കെ അവിടെ നിൽക്കിട്ട് ആദ്യം മാന്യമായിട്ടുള്ള വില പറ. 100 രൂപ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. 100 രൂപയോ? അതെ സാറേ, 100 രൂപയ്ക്ക് വിറ്റാലേ എനിക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് ആ വിലയ്ക്ക് കൊടുത്തോളൂ. പക്ഷേ ഞാൻ സ്ഥലം വില്ലേജ് ഓഫീസറാണ്. ഇന്ന് രാവിലെ തകർച്ചക്കാര് കോഴി വാങ്ങിയത് 100 രൂപയ്ക്കാണ്. പക്ഷേ ഇന്നലെ 98 രൂപയായിരുന്നല്ലോ. അത് ഇന്നലെ, ഇന്ന് വില കൂടി. ഓഹോ, അപ്പൊ പ്രഭാകരൻ ഇഷ്ടത്തിന് ഓരോ ദിവസവും വില കൂട്ടി കൊടുക്കുകയാണ്. ഇതൊന്നും ചോദിക്കാനും പറയാനും ആരും ഇല്ല ഇവിടെ. സാറേ അത് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ ആര് ചോദിച്ചിട്ടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പുറത്തുനിന്ന് വരുന്ന കോഴിയെ അവര് തരുന്ന വിലയുടെ കൂടെ ഞാൻ കുറച്ച് ലാഭം എടുക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ഈ പകൽ കൊള്ളാം മോഹനേഷ് അനുവദിക്കില്ല. സാറേ ഇത് ഞാൻ എന്റെ പൊന്ന് സാറേ, എനിക്കിവിടെ കച്ചവടം നടത്താൻ ലൈസൻസ് എന്നത് പഞ്ചായത്താണ്. വില്ലേജ് ഓഫീസറുടെ അനുവാദം എനിക്ക് വേണ്ട. സാറ് വേണമെങ്കിൽ കോഴി വാങ്ങി സ്ഥലമിടാൻ നോക്കും. ഇല്ലെങ്കിൽ വില്ലേജ് ഓഫീസറാണെന്നും ഞാൻ നോക്കില്ല. കണ്ടോ? ചുമ്മാ ഇരിക്കുന്നേ. സാറ് വെറുതെ തമാശ പറഞ്ഞല്ലേ. നീ ഇതിനിങ്ങനെ ചൂടായല്ലോ പ്രഭാര. നിന്റെ ജോലി നടക്കുന്നത് നീ ഒരു 2 കിലോ കോഴി 100 രൂപയ്ക്ക് 100 രൂപ. വേണ്ട സാറേ, പ്രശ്നം ഉണ്ടാക്കരുത്. പ്രഭാരം മോശമാണ്. പ്രഭാരം നീ കോഴിയെ പിടി. ഉത്തമന് വേണ്ടിയാണെങ്കിൽ കോഴി തരാം. ഈ സാറിന് വേണ്ടിയാണെങ്കിൽ പറഞ്ഞില്ലേ പ്രഭാര, എനിക്ക് വേണ്ടി തന്നെയാണ്. 2 കിലോ, ഒരു പ്രശ്നമില്ല. പിടിച്ചോ. ആരായാലും ഇനി കോഴി ഇറച്ചി വേണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കടയുടെ മുമ്പിൽ എങ്ങാനും കണ്ട പ്രഭാരന്റെ തനി സ്വഭാവം സാർ അറിയും. ഞാൻ പറയട്ടെ, നീ കോഴിയിട്. കോഴി എടുത്തോ. 2 കിലോ. വൃത്തികേടാണ്. എന്ത് 100 രൂപയ്ക്ക് കോഴി വാങ്ങുന്നു പറഞ്ഞാല്? സാറേ, എനിക്ക് എന്തായിരുന്നാലും കോഴി വാങ്ങിച്ചേ പറ്റൂ. ഇനി 100 രൂപയിൽ കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാരന്റെ വിധം മാറുന്നു. ഉത്തമം പിടിച്ചു മാറ്റില്ലായിരുന്നെങ്കിൽ വിവരം പറഞ്ഞേനെ. സാറ് എന്റെ സാറെ, പ്രഭാരൻ എന്ന് വെച്ചാൽ മുകളിൽ ആകാശ താഴെ ഭൂമി, അത്രേ ഉള്ളൂ. അവനൊന്നും നോക്കാനില്ല. സാർ അതുപോലെയാണോ? അല്ലേ? സാറ് ഈ നാട് മുഴുവൻ ബഹുമാനിക്കപ്പെടുന്ന ഒരു വില്ലേജ് ഓഫീസർ അല്ലേ? അങ്ങനെയുള്ള ഒരു വില്ലേജ് ഓഫീസർ പാവം ഒരു തറ കോഴിക്കച്ചവടക്കാരന്റെ തെറി കേട്ടെന്നോ അവന്റെ തല്ല് കൊണ്ടുവന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാണക്കേടല്ലേ? പിന്നെ മാമയോട് ഞാൻ എന്ത് പറയും? ഇതൊക്കെ അറിഞ്ഞ അവളെന്നെ കളിയാക്കില്ലേ? അതല്ലേ ഉള്ളു പ്രശ്നം. അത് നമുക്ക് ശരിയാക്കാം. എങ്ങനെ? വഴി ഉണ്ട് സാറേ. ഞാനല്ലേ പറയുന്നത്. സാറ് എനിക്ക് വില കുറച്ച് കോഴി വാങ്ങി തന്നെന്ന് വക്കീൽ വിശ്വസിച്ചാ പോരെ? മതി. അതെനിക്ക് വിട്, ഞാൻ ഏറ്റു. ഹലോ, രാജീവ, എന്തുണ്ട് വിശേഷം? സദാനന്ദ സാറ് പനിച്ചു കിടക്കാണെന്ന് വിദ്യാലക്ഷ്മി പറഞ്ഞിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഉവ്വോ, എപ്പോ? എന്നിട്ട്? ഓ ശരി, രാജീവ് വിളിച്ചെന്തായാലും നന്നായി. വരുന്നുണ്ട്.
നമസ്കാരം വക്കീലെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങൾ ചോദിക്കാതെ സംഭവിച്ചെന്താണെന്ന് പറഞ്ഞു കൊടുക്കുമാ. ഓ എന്റെ വക്കീല്, സാർ രാവിലെ അങ്ങനെ ആവർത്തിച്ചു പറഞ്ഞെങ്കിലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സാറിന് ഈ നാട്ടില് മുടിഞ്ഞ പേരാണ്. അല്ല, മുടിഞ്ഞ പേരെന്ന് പറഞ്ഞാൽ ഭയങ്കര പേരാണ്. പ്രഭാരന്റെ കോഴിക്കടയിൽ ചെന്ന് ഞാൻ ചോദിച്ചു, കോഴിക്ക് എന്താണ് വില പ്രഭാര എന്ന്. അപ്പൊ അവൻ വക്കീലിനോട് പറഞ്ഞതുപോലെ കിലോയ്ക്ക് 98 രൂപ എന്ന് പറഞ്ഞു. ഉടനെ മോഹനയുടെ സാർ ആ പ്രഭാരന്റെ കടയിലേക്ക് കേറി അങ്ങ് ചെന്ന് സാറിനെ കണ്ടത് പ്രഭാര ചാടി അങ്ങ് എഴുന്നേറ്റ് നമസ്കാരം സാർ ഇരിക്കൂ എന്ന് വരെ പറഞ്ഞു. ഒരു വില്ലേജ് ഓഫീസർ അവന്റെ കടയിൽ കയറി ചെല്ലുന്നത് കണ്ടപ്പോ അവന്റെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഉടനെ സാറ് പറഞ്ഞു, ഇരിക്കാനൊന്നും നേരമില്ല പ്രഭാകര, ഈ നിൽക്കുന്ന ഉത്തമൻ എന്റെ സ്വന്തം ആളാണ് ഇന്ന്. അത് കേട്ട ഉടനെ പ്രഭാകരന്റെ ഉള്ള ജീവനങ്ങ് പോയി. അപ്പൊ അവ എന്റെ അടുത്ത് ഒന്ന് ചോദിക്കാണ്, ഈടാ ഉത്തമ അത് നീ നേരത്തെ പറയണ്ടേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ കോഴിയുടെ കാശ് പോലും തരണ്ട, വെറുതെ കൊണ്ടുപോയിക്കോ എന്ന്. അങ്ങനെയല്ലേ സാറെ പറഞ്ഞേ? അപ്പൊ സാറ് പറഞ്ഞു, ഉത്തമ പണം തരാതെ ഒരു സാധനം വാങ്ങുന്നത് കൈക്കൂലിക്ക് സമമാണ്. പ്രഭാകരന് ലാഭം കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ ഒരു വില പറ എന്ന്. ഇത് കേട്ടിട്ട് അവൻ പറഞ്ഞു, സാറേ ഒരു 90 രൂപ തന്നാ മതി എന്ന്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ എന്റെ വില എന്താണെന്ന്? ഇന്നലെ ഇതുപോലെ നീ എന്റെ പേര് പറഞ്ഞിരുന്നുവെങ്കിൽ 1 കിലോയ്ക്ക് 8 രൂപ വെച്ച് 2.25 കിലോയ്ക്ക് 18 രൂപ കുറയുമായിരുന്നു. പക്ഷേ നീ ഒരു അഹങ്കാരി ആയതുകൊണ്ട് പറഞ്ഞില്ല. അത് മാത്രമല്ല വക്കീലെ, സാറിനോടുള്ള ബഹുമാനം കൊണ്ട് ആ കടയിലെ പയ്യനെ പറഞ്ഞു വിട്ട് ഒരു ചായ വാങ്ങാൻ പ്രഭാരം നോക്കി. ഉടനെ സാറ് പറഞ്ഞു, വേണ്ട പ്രഭാകര. എങ്ങനെയുണ്ട്? ഞാൻ അങ്ങനെ പുറത്തൊന്നും ചായ കുടിക്കാറില്ല. അത് മാത്രമല്ല, പോകാൻ നേരത്തെ പ്രഭാരം പറയുകയാണ്, മേലിൽ സാറിന് ഈ കടയുടെ പരിസരത്ത് കണ്ടുപോരുത്. അതങ്ങനല്ല, അതായത് ഇനി കോഴിയിറച്ചി വേണമെന്നുണ്ടെങ്കിൽ പ്രഭാകരന്റെ കടയിലോട്ട് സാറ് ചെല്ലണ്ട, കോഴിയിറച്ചി പ്രഭാരം ഇവിടെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് തരാമെന്ന്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ, സത്യം പറഞ്ഞ പ്രഭാകരന് സാറിനോട് ഇത്രയും ബഹുമാനം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇന്നാണ് മനസ്സിലായത്. എനിക്കറിയില്ലായിരുന്നു ഉത്തമ. ഇനി എന്ത് സാധനം വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിലും ഞാൻ മോഹനേട്ടന്റെ പേര് പറയും. അയ്യോ, ആരെ വിളിക്കുന്നേ നോക്കട്ടെ. സാറേ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? കുറച്ച് ഓവറായിരുന്നു. എന്തായാലും ഭാമയ്ക്ക് ബുദ്ധിയില്ലാത്തോണ്ട് അവൾ വിശ്വസിച്ചു. അപ്പൊ പുരുഷോത്തമന്റെ പോക്കുവരവിന്റെ കാര്യം? ആഫീസ് കാര്യങ്ങൾ ആഫീസില്. ഇത് വില്ലേജ് ഓഫീസറുടെ വീടാണ്. പാലം കടക്കൂല നാരായണ, അത് കഴിഞ്ഞാ പിന്നെ പൂരായണ. ശരി വിദ്യ, ഞാൻ മോഹനേട്ടോട് പറയാന്ന്. എന്തായാലും മോഹനേട്ട സഹായിക്കും. അതിനെന്താ ബുദ്ധിമുട്ട്? ഇത്തരം കാര്യങ്ങളൊക്കെ മോഹനേട്ടന് വലിയ സന്തോഷ. ആരെ എങ്ങനെ സഹായിക്കാമെന്ന് ഓർത്ത് നടക്കുക മോഹനേട്ടൻ. ഇന്ന് തന്നെ ഉത്തമൻ ഒരുപാട് പറഞ്ഞ സഹായം വേണ്ട സാറേ, സഹായം വേണ്ട സാറേ എന്ന്. പക്ഷെ മോഹനേട്ടനുണ്ടോ വിടുന്നു? സഹായിച്ച് അടങ്ങുമെന്ന് പറഞ്ഞ് കൂടെ കൂടിക്കളഞ്ഞില്ലേ? ഉത്തമനെ സഹായിച്ച സ്ഥിതിക്ക് വിദ്യ ഒരാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ സഹായിക്കാതിരിക്കോ? നാളെ രാവിലെ ഒരു 9:30 കഴിയുമ്പോഴേക്കും നീ ആരെങ്കിലും വിട്ടാ മതി, ഞാൻ വിളിച്ചോളാം. ശരി. വിദ്യാലക്ഷ്മിക്ക് എന്റെ എന്ത് സഹായമാണ് വേണ്ടത്? വേറൊന്നുമല്ല മോഹനേട്ട, ഇവിടെ പ്രശ്നം കോഴിയാണ്. കോഴിയോ? ആ, വിദ്യാലക്ഷ്മിയുടെ മോളുടെ പിറന്നാളാ നാളെ. നാളെ വൈകിട്ട് അവരുടെ വീട്ടിൽ പാർട്ടി ഉണ്ട്. 100-100 പേരെ ക്ഷണിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. പാർട്ടിക്കുള്ള കോഴി നാളെ രാവിലെ വാങ്ങാനിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മോഹനേട്ടൻ ഒന്ന് പറഞ്ഞാൽ വില കുറച്ച് കിട്ടുന്ന കടയുണ്ടെന്നോ. 25 കിലോ കോഴിയിറച്ചി വേണം. കിലോയ്ക്ക് 8 രൂപ വെച്ച് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ 200 രൂപ ലാഭമല്ലേ? അല്ലേ? അല്ല, ഞാൻ പറഞ്ഞപ്പോ വിധി ചോദിക്ക, മോഹനേട്ടൻ അതൊരു ബുദ്ധിമുട്ടാവില്ലേന്ന്. ഞാൻ പറഞ്ഞു, എന്റെ മോഹനേട്ടൻ എന്ത് ബുദ്ധിമുട്ടെന്ന്. ഒരു ബുദ്ധിമുട്ടും ഇല്ല, മറ്റുള്ളവരെ സഹായിക്കാനാണ് മോഹനേട്ടൻ ജനിച്ചത് പോലും ഒന്ന്. നാളെ രാവിലെ മോഹനേട്ടൻ ആഫീസിൽ പോകുന്ന നേരത്ത് ആ കോഴിക്കടയുടെ മുന്നില് ഒരാളെ അയച്ചാൽ മതിയല്ലോ, അല്ലേ? അപ്പൊ മോഹനേട്ടൻ 90 രൂപയ്ക്ക് കോഴി വാങ്ങി കൊടുക്കുന്നു ഞാൻ അവളോട് പറഞ്ഞു. അല്ല, പക്ഷെ നാളെ രാവിലെ ഞാൻ ഇല്ല. എനിക്ക് ഭയങ്കര താലൂക്ക് ഓഫീസിൽ പോകാനുള്ള അത്യാവശ്യം ഉണ്ടായിരുന്നു. താലൂക്ക് ഓഫീസ് 10 മണിക്കല്ലേ തുറക്കൂ? എന്തായാലും 9:15 ഇവിടുന്ന് പോയാൽ മതി. അതിനും ഒരു 15 മിനിറ്റ് മുന്നേ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കോഴിക്കടയിൽ പോയി വില പേശി കോഴിയിറച്ചി വാങ്ങാലോ. ഉത്തമന് വേണ്ടി അത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് വിദ്യാലക്ഷ്മിക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് കഷ്ടല്ലേ മോഹനേട്ടാ? പക്ഷേ ഭാമേ, ഈ
പ്രശ്നം എന്തെന്ന് വെച്ചാല് ഓ ഈ ഒരു പ്രശ്നമില്ല മോനേട്ടാ. വിധി എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണെന്ന് മോഹനേട്ടൻ അറിയാലോ. അപ്പോ വിധിക്കൊരു ആവശ്യം വരുമ്പോ എന്റെ മോഹനേട്ടൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അന്തസ്സാവില്ലേ? 1-2 രൂപയുടെ കാര്യമില്ല, 200 രൂപയുടെ കാര്യാ. ഇത് പ്രശ്നമാവുമല്ലോ. സാർ ആരായാലും ഇനി കോഴിയിറച്ചി വാങ്ങാനെന്നും പറഞ്ഞുകൊണ്ട് എന്റെ കടയുടെ മുമ്പിൽ എങ്ങാനും കണ്ടാൽ പ്രഭാകരന്റെ സ്വഭാവം സാർ അറിയും. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ. പാമേ, അതിനൊരു പ്രശ്നം എന്തെന്ന് വെച്ചാല് ഞാനൊരു വില്ലേജാണല്ലോ. മറ്റൊരാൾക്ക് വില കുറച്ച് കോഴി കുറച്ച് വാങ്ങിക്കൊടുക്കാനായിട്ട് ഞാൻ കോഴിക്കടയിൽ പോവാന്ന് വെച്ചാ നാട്ടുകാരെന്ന് വിചാരിക്കും. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മോഹനേട്ടൻ എന്തും ചെയ്യുന്നു പറഞ്ഞില്ലേ? ഉത്തമന് വില കുറച്ച് കോഴി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അപ്പൊ അതോ? അതല്ല പാമേ, ഇന്ന് എനിക്ക് പ്രഭാകരൻ വില കുറച്ച് കോഴി ഇറച്ചി തന്നത് എന്നോടുള്ള ബഹുമാനം കൊണ്ടാണല്ലോ. അപ്പോ നാളെ ഞാൻ അടുത്ത ആളെ കൊണ്ട് ചെല്ലുമ്പോ അവൻ എന്ത് കരുതും? അവന് എന്നോടുള്ള ബഹുമാനം ഞാൻ ചൂഷണം ചെയ്യുകയാണെന്ന്. അത് ശരിയല്ലല്ലോ. പക്ഷേ വിദ്യാലക്ഷ്മിയോട് ഞാൻ വാക്ക് പറഞ്ഞു പോയില്ലേ മോഹനേട്ടാ? ഇനി അത് മാറ്റി പറഞ്ഞ അവൾ എന്താ കരുതുക? ഞാൻ വേറെ എന്തെങ്കിലും തിരക്കിലാണെന്ന് പറഞ്ഞാൽ മതി. പറയാനാണോ ഇപ്പൊ കാരണമില്ലാത്തത്? കാരണമൊക്കെ ഉണ്ട്, പറയാൻ കൊള്ളാവുന്ന നല്ല ഒന്നാന്തരം ഒരു കാരണം. പക്ഷേ ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടനത് മോശമാവുമെന്ന് എന്റെ പേടി. എന്ത് കാരണം? വേണമെങ്കിൽ എനിക്ക് വിദ്യാലക്ഷ്മിയോട് പറയാം, വിദ്യാലക്ഷ്മി ഇന്ന് ഉത്തമന് വേണ്ടി കോഴിക്കടയിൽ പോയി വില പേശി മോഹനേട്ടൻ പ്രഭാകരന്റെ തെറി മുഴുവനും കേട്ടുവെന്ന്. മേലിൽ ആ കോഴിക്കടയുടെ പരിസരത്ത് വന്നാൽ ബൈ വെട്ടുവെന്നാണ് പ്രഭാകരൻ പറഞ്ഞിരിക്കുന്നുവെന്ന് പറയാം. 98 രൂപയ്ക്ക് ഇന്നലെ കിട്ടിയ കോഴി വില പേശി 90 രൂപയ്ക്ക് വാങ്ങാൻ പോയിട്ട് ഒടുവിൽ 100 രൂപ കൊടുക്കേണ്ടി വന്നു എന്നും പറയാം. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാലക്ഷ്മി മോഹനേട്ടനെ പറ്റി എന്ത് കരുതും? ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? കോഴിക്കടയിൽ വഴക്കുണ്ടാവുമ്പോൾ സദാനന്ദ സാറിന്റെ ഡ്രൈവർ രാജീവൻ അവിടെ ഉണ്ടായിരുന്നു. മോഹനേട്ടനും ഉത്തമനും കൂടി 100 രൂപയ്ക്ക് കോഴി വാങ്ങി പോകുന്നതിന്റെ തൊട്ടു പിറകെ രാജീവൻ എന്നെ വിളിച്ച കാര്യം പറഞ്ഞു. അവനെ വെച്ചിട്ടുണ്ട്. രാജീവൻ എന്നോട് ചോദിക്കുക, എന്നാലും വക്കീലേ അങ്ങേരൊരു വില്ലേജ് ഓഫീസർ അല്ലേ, അതിന്റെ അന്തസ്സെങ്കിലും കാണിക്കാൻ പറയണോന്ന്. എന്റെ തൊലി ഉരിഞ്ഞു പോയി. ഈ പ്രഭാകരൻ ഒരു സംസ്കാരമില്ലാത്തവനാ. അവനെ പോലെ പെരുമാറാൻ എനിക്ക് പറ്റുമോ? ഞാൻ ഒരു വില്ലേജ് ഓഫീസറല്ലേ? ഒരു വില്ലേജ് ഓഫീസർ ചെയ്യേണ്ടതല്ലാത്ത ജോലി ഒരു വില്ലേജ് ഓഫീസർ ചെയ്യുമ്പോഴേ ഇങ്ങനെ ഉണ്ടാവും. ഉത്തമനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല മോഹനേട്ടൻ ഇറച്ചി വാങ്ങാൻ ഉത്തമനോട് പോയെന്ന് എനിക്കറിയാം. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഒടുവിൽ കളി പാളിപ്പോയപ്പോ ഒരു ആനമുട്ട നുണയുമായിട്ട് രണ്ടുപേരും കയറി വന്നു. സോറി. അയ്യടാ, എന്ത് പോകൃതരം കാണിച്ചിട്ട് അവസാനം ഒരു സോറി പറഞ്ഞാൽ മതിയല്ലോ. നീ വിദ്യാലക്ഷ്മിയോട് പറയൂ, നാളെ എനിക്ക് ഭയങ്കര തിരക്കാണെന്ന്, അല്ലെങ്കിൽ സത്യമായിട്ട് എന്റെ മാനം പോവും. അതിന് വിദ്യാലക്ഷ്മി വിളിച്ചില്ലല്ലോ. നാളെ അവളുടെ മോളുടെ പിറന്നാളും അല്ല. ആ ഫോൺ വിളി എന്റെ നമ്പർ അല്ലായിരുന്നോ? വില്ലേജ് ഓഫീസർ ഇത്രയും വലിയ നമ്പർ ഇറക്കുമ്പോ ഞാൻ ഇത്രയുള്ളൊരു നമ്പറെങ്കിലും ഇറക്കണ്ടേ? താൻ നാട്ടിലെ പ്രധാന ദിവ്യനാണെന്നും തന്റെ പേര് പറഞ്ഞാൽ നടക്കാത്തതായി നാട്ടിൽ ഒന്നുമില്ലെന്നുമുള്ള വില്ലേജ് ഓഫീസറുടെ ധാരണയാണ് ഇന്ന് തെറ്റിയത്. പക്ഷേ ഇതുകൊണ്ട് മോഹനകൃഷ്ണൻ പഠിക്കുമെന്ന് ബുദ്ധിയുള്ളവർ കരുതില്ല. വില്ലേജ് ഓഫീസറുടെയും വക്കീലിന്റെയും വീരസാഹസിക കഥകളുമായി കാര്യം നിസാരം തുടരുന്നു.